ബൈറ്റ്സിന്റെ ഓണം സ്പെഷ്യൽ സീരീസിന്റെ 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ 3 വീഡിയോയിൽ നമ്മൾ 2 തരം പച്ചടിയും പിന്നെ ഒരു മെഴുക്കുവരട്ടിയും ഒക്കെ ഉണ്ടാക്കി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലെ ഒരു പ്രധാനപ്പെട്ട ഐറ്റം തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന അവിയലാണ്. അപ്പോൾ അവിയൽ ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ ഇവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ചേന, പച്ചക്കായ, പയർ. ഇവിടെ മുരിങ്ങ കിട്ടാനില്ല, അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിച്ചു, ഒരു രക്ഷയില്ല. ഇവിടെ യു-പിയിൽ മുരിങ്ങ കിട്ടാൻ ഭയങ്കര പാടാണ്. ആ സീസണിൽ മാത്രം കിട്ടും. പിന്നെ വെള്ളരിക്കയില്ല. അപ്പോൾ വെള്ളരിക്കേൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കക്കിരിക്ക ഏതാണ്ട് വെള്ളരിക്ക പോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുമ്പളങ്ങ, കോവക്ക. പിന്നെ അവിയൽ എന്ന് പറഞ്ഞാൽ പൊതുവെ ഭയങ്കര ഒരുമയാണ്. എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം, നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിനെ വേവിക്കുമ്പം കീറിയിടാനുള്ളതാണ്. ഞാൻ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വയ്ക്കുന്നുണ്ട്. ചട്ടിയിലോട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എല്ലാ കഷ്ണവും ആദ്യം തന്നെ ഒരുമിച്ച് ചേർക്കുന്നില്ല. ഈ പച്ചക്കായ, ചേന, ക്യാരറ്റ്, പയർ ഇതിനൊക്കെ കുറച്ച് വേവ് കൂടുതലുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇതൊക്കെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നമുക്കിതിൽ 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് കുക്കായിട്ട് നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കുന്നതിൻ്റെ മുന്നേ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ ആദ്യം ഇട്ട അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഏതാണ്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക്, അതിൻ്റെ സ്മെല്ലടിച്ചപ്പോൾ തന്നെ ചുമ വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ഇനി ഇത് ഫുള്ളായിട്ട് വെന്ത് വരുന്നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കഷ്ണങ്ങൾ വേവുമ്പോഴത്തേക്ക് നമുക്ക് അവിയലിനുള്ള അരപ്പ് റെഡിയാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇത് സവാളയാണ്, കുഞ്ഞുള്ളി ഇല്ലാത്തത് കൊണ്ടാണ്. കുഞ്ഞുള്ളിയാണ് വേണ്ടത് അവിയലിന്. ആൻഡ് കുഞ്ഞുള്ളി അവിയലിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റം തന്നെയാണ്. പക്ഷേ ഇല്ലാത്തപ്പോൾ എന്താ ചെയ്യുക, അതുകൊണ്ട് നമ്മൾ സവാള ഇടുന്നതേ ഉള്ളൂ. ഞാൻ ഒരു സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ഉണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ജീരകവും പിന്നെ ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടു. അരഞ്ഞു പോകരുത്, ഒന്ന് ചതുങ്ങിയാൽ മതി. അങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം. അരപ്പ് വേണ്ടോ, കറക്റ്റായിട്ടാണ്. ഇത് എത്രയേ ചതുങ്ങണ്ടു. ഒരുപാട് അരഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രസം ഉണ്ടാവില്ല. ഇത് കറക്റ്റാണ്. അപ്പം നമുക്ക് ഇനി കഷ്ണം എന്തായി നോക്കാം. കഷ്ണം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ വെള്ളം കൂടെ ഒന്ന് കുറച്ചുകൂടെ വറ്റണം. നമ്മളിതിൽ ചേന നോക്കിയാൽ മതി, അപ്പം നമുക്ക് മനസ്സിലാവും ബാക്കിയുള്ള കഷ്ണം വന്നിട്ടുള്ളത്. കാരണം ചേനയാണ് ഏറ്റവും കൂടുതൽ വേവുള്ളത്. ചേന വന്നിട്ടുണ്ട്. പിന്നെ കഷ്ണം അങ്ങനെ ഒരുപാട് വെന്ത് കുഴഞ്ഞിരിക്കണ അവിയൽ അത്ര സുഖമില്ല. ഇങ്ങനെ കഷ്ണം കുറച്ച് കഷ്ണമായിട്ട് തന്നെ ഇങ്ങനെ പീസായിട്ട് കാണാനുള്ളതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കാണാനും ടേസ്റ്റും ഒക്കെ അത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇനി നമുക്കിതിൽ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ അരപ്പൊന്ന് ഇതിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കഴിയുമ്പോൾ നമ്മളൊന്ന് ഉപ്പ് നോക്കണം. കാരണം തേങ്ങയിൽ നമ്മൾ അരപ്പുണ്ടാക്കുമ്പം ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും. ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിനൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കറക്റ്റ് പരുവത്തിലാട്ടോ നമ്മുടെ അവിയലുള്ളത്. അധികം വെള്ളവും ഇല്ല, എന്നാൽ വല്ലാതെ ഡ്രൈ ആയിട്ടും അല്ല. പിന്നെ ഇനി നമുക്കിതിൽ തൈരാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാൻ 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് തൈര് തന്നെ ചേർക്കണമെന്നില്ല കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ചിലപ്പോഴൊക്കെ അമ്മ ഉണ്ടാക്കുമ്പോൾ പുളി ചേർത്തിട്ട് ഉണ്ടാക്കലുണ്ട്. രണ്ടാണെങ്കിലും നല്ല ടേസ്റ്റാണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം തൈര് ചേർത്തിട്ടുള്ളതായതുകൊണ്ടാണ് ഞങ്ങൾ തൈര് ചേർത്തിട്ടുണ്ടാക്കുന്നത്. തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ അവിയൽ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയ അവസാന കലാപരിപാടികളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇത്തവണത്തെ ഓണസദ്യക്കുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ബൈറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈറ്റ്സിൻ്റെ ഓണം സ്പെഷ്യൽ സീരീസിലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരയ്ക്കും ദിസ് ഇസ് സുബി സൈനിങ് ഓഫ് ഫ്രം ബൈറ്റ്സ്. ബൈ ബൈ.